എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഒരു 15 പേർക്കുള്ള ബിരിയാണിയാണ്. വളരെ കുറഞ്ഞ സമയമെടുത്താണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടി 3 കിലോ ചിക്കനാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ചിക്കൻ പീസ് കുറച്ച് വലുതായിട്ട് വേണം ബിരിയാണിക്ക് വേണ്ടി മുറിച്ചെടുക്കാൻ. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിനും ബിരിയാണിയിലേക്കും വേണ്ട മസാലകളും കൂട്ടുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 5 വലിയ പീസ് ഇഞ്ചി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇടത്തരം വലിപ്പമുള്ള പച്ചമുളക് 20 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ എരിവും വലിപ്പവും നോക്കി വേണം എടുക്കാൻ. ബിരിയാണിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 2.5 ടീസ്പൂൺ ഗരം മസാല എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. ബിരിയാണിക്ക് കളർ കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. 2.5 ടീസ്പൂൺ പാക്കറ്റ് ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 നാരങ്ങ, കുറച്ച് തൈര്, ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. കൂടുതൽ മസാല വേണ്ടവർക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. ചിക്കൻ പീസ് മാരിനേറ്റ് ചെയ്യുന്നതിനുള്ള കൂട്ടുകൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കൂട്ടുകളെല്ലാം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിക്കകത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടുകളൊക്കെ എത്ര അരച്ചെടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂട്ടുകളൊക്കെ അരച്ചതിന് ശേഷം ഏകദേശം 1.5 കപ്പാണ് കിട്ടുന്നത്. ഇതിൻ്റെ അളവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് കൂട്ടുകൾ എടുക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. മിക്സിയുടെ അടിഭാഗത്തായിട്ടുള്ള ഈ കൂട്ടായിരിക്കും ഏറ്റവും കൂടുതൽ അരഞ്ഞിട്ടുള്ളത്. ഇതാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി 2 പാത്രങ്ങളിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിൻ്റെ 1/3 ഭാഗം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി മസാലകളുടെ പകുതിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മസാലകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ചേർത്തിട്ടില്ല. കൂടുതൽ മസാല വേണ്ടവർക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തൈര് ഒഴിക്കാതെ ശ്രദ്ധിക്കണം. കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുളിരുചി വരും. 1 മുറി നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം. കൂട്ടുകളും പൊടികളും കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി വെക്കാം. രണ്ടാമത്തെ സെറ്റ് ചിക്കനിലും ഇതുപോലെ തന്നെ കൂട്ടുകൾ ഇളക്കി യോജിപ്പിച്ച് മസാല പിടിക്കുന്നതിന് വേണ്ടി വെക്കാം. ബിരിയാണിക്ക് വേണ്ട ബാക്കി കൂട്ടുകളൊക്കെ റെഡിയാക്കുമ്പോഴേക്ക് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇവിടെ ബിരിയാണിക്ക് വേണ്ടിയും സാലഡിനും കൂടി 14 സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. 4 സവോള അരിഞ്ഞത് ഡെക്കറേഷന് വേണ്ടിയിട്ട് വറുത്തെടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തുകോരി ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നെയ്യും ഡാൽഡയും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഡാൽഡയും നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാൽഡയും നെയ്യും കൂടിയുള്ള കൂട്ടിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നെയ്യിൽ നിന്ന് കോരിയതിന് ശേഷവും കുറച്ചും കൂടെ മൂത്ത് വരും. അതും കൂടെ കണക്കാക്കിയിട്ട് വേണം ഇത് കോരിയെടുക്കാൻ.
അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുകോരി എണ്ണയിലേക്ക് തന്നെ 4 സവോള കനം കുറിച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോള വറുത്തത് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സവോളയിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ടേസ്റ്റിന് വേണ്ടിയിട്ടും പഞ്ചസാര ഉള്ളി ക്രിസ്പി ആകുന്നതിന് വേണ്ടിയുമാണ് ചേർക്കുന്നത്. ഈ സമയം വേറൊരു പാനിലും ഡാൽഡയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് അതിലേക്കും ചിക്കൻ വറുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഉള്ളി ഇവിടെ വറന്നു വരുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള അരി എടുക്കാം. 600 മില്ലിയുടെ കപ്പിൽ 2.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. നീളത്തിലുള്ള ബിരിയാണി അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ബസ്മതി റൈസ് കിട്ടുന്നവർക്ക് അത് ഉപയോഗിക്കാം. 600 മില്ലിയുടെ കപ്പിൽ 2 കപ്പ് അരിയും 300 മില്ലിയുടെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയുമാണ് ഇവിടെ അളന്നെടുത്തിരിക്കുന്നത്. ഈ സമയമായപ്പോഴേക്ക് ഉള്ളി കോരിയെടുക്കുന്നതിന് പാകമായിട്ടുണ്ട്. കറക്റ്റ് പാകം എത്തുന്നതിന് കുറച്ച് സമയം മുമ്പ് ഉള്ളി കോരിയെടുക്കണം. കോരിയെടുത്തതിന് ശേഷവും കുറച്ച് സമയം കൂടെ മൂക്കും. അതുകൊണ്ടാണ് നേരത്തെ കോരിയെടുക്കുന്നത്. ഈ എണ്ണയിലേക്കും ചിക്കൻ വറക്കാൻ വേണ്ടി ഇടുന്നുണ്ട്. 2 പാത്രങ്ങളിലായിട്ടാണ് ഇവിടെ ചിക്കൻ വറക്കുന്നത്. ചിക്കൻ ഒരു സൈഡിലിരുന്ന് വറന്നു വരുന്ന സമയത്ത് ബിരിയാണിക്ക് വേണ്ടിയുള്ള അരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഏകദേശം 1.5 കിലോ അരിയാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ അരി കുറച്ച് നെയ്യിൽ വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിൽ തന്നെയാണ് അരി വേവിച്ചെടുക്കുന്നതും. 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒരു 5-6 ഏലക്ക, 10 ഗ്രാമ്പൂ, കുറച്ച് കറുവാപ്പട്ട ഇവ ഇട്ടതിന് ശേഷമാണ് അരി വറുക്കുന്നതിന് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചേർത്തിരിക്കുന്ന എല്ലാ കൂട്ടുകളും അതിൻ്റെ കൃത്യമായ അളവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും ഞാൻ എഴുതിയിടുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. എടുത്തിരിക്കുന്ന അരിയുടെ നേരെ ഇരട്ടി അളവ് വെള്ളമാണ് അരി വേവിക്കുന്നതിന് വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്കും നേരത്തെ അരി വേവിച്ചതിന് വേണ്ടി എത്ര അളവ് മസാല ചേർത്തിട്ടുണ്ടോ അതേ അളവിൽ പൊടിക്കാത്ത മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ ഇവിടെ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് വേകുന്നത് വരെ മാത്രം വറുത്താൽ മതി. ഈ എണ്ണയിലേക്ക് തന്നെ 4 സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിൽ കുറച്ച് കൂട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് വേണ്ടി അരച്ചു വെച്ച കൂട്ടിലിനി 1/2 കപ്പ് ബാക്കിയുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടിലേക്ക് ഒരു 3 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടും എണ്ണ തെളിയുന്നത് വരെ വഴന്നു വരണം. എങ്കിൽ മാത്രമേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഈ സമയമായപ്പോഴേക്ക് വറക്കാൻ വെച്ചിരിക്കുന്ന അരി പാകമായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഗോൾഡൻ കളർ വരുന്നത് വരെ വേണം ഇത് വറുത്തെടുക്കാൻ. ഈ സമയം ഇതിലേക്ക് തിളച്ചു വന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. അരി വേവിക്കാൻ വെക്കുന്ന സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റിനകം ചോറ് റെഡിയായിട്ട് വരും. ചിക്കനിൽ ചേർക്കുന്നതിനും ബിരിയാണിക്ക് ഡെക്കറേഷനും ഒക്കെ ആയിട്ട് 1 കെട്ട് മല്ലിയിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നന്നായി വഴന്നു വന്ന കൂട്ടിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഒരു വലിയ പാത്രം വേണം എടുക്കാൻ. അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇളക്കി മിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റും കൂടെ ഈ ഇറച്ചി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം.
ഈ സമയം തന്നെ ചോറൊക്കെ റെഡിയായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിനി തുറന്നു വെക്കാം, അല്ലെങ്കിൽ കൂടുതൽ വെന്തു പോകാനുള്ള സാധ്യതയുണ്ട്. വെച്ചിരുന്ന ചിക്കൻ വെന്ത് റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി പകുതി ചോറ് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ സമയം ഒരുപാട് നെയ്യ് ഉപയോഗിക്കുന്നത് പ്രശ്നമില്ലാത്തവർക്ക് കുറച്ച് നെയ്യ് ഈ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. ചോറിന് മുകളിലായി വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് പുതിനയിലയും കൂടെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ ചേർത്താണ് ഇവിടെ ചിക്കൻ വറുത്തെടുത്തിരിക്കുന്നത്. ഈ എണ്ണ ഒഴിവാക്കിയതിന് ശേഷമാണ് ചിക്കൻ ചോറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തായിട്ട് ചിക്കനും ചിക്കൻ്റെ ഗ്രേവിയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കി ചോറ് കൂടെ ഇട്ട് കൊടുക്കാം. പാത്രത്തിന് നികക്കെ ചോറിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യാൻ പാടില്ല. വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഈ ബിരിയാണി ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടുകളും ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കാം. ദം ചെയ്യുന്നതിന് വേണ്ടി ആട്ടയോ മൈദയോ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചതിന് ശേഷം അരികുകളിൽ വെച്ച് പിടിപ്പിച്ച് അടപ്പ് കൊണ്ട് അടച്ച് ദം ചെയ്തെടുക്കാം. അടപ്പിന് മുകളിലായി വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ദം ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.